welcome to my channel. So we were discussing the third lesson, that is chemical bonding and molecular structure. In that, the third part, this is our third part. In the first part, we discussed about the Lewis causal approach, and second one we discussed in detail about the ionic bond, and now we are going to discuss a new bond. So what was Lewis causal's approach? നമ്മുടെ കോസലും ലെവിസും എന്ത് അപ്രോച്ച് ആയിരുന്നു ആ ആറ്റത്തിൻ്റെ കേസിൽ? നമുക്കറിയാം വാലൻസ് ബോണ്ടിനെയാണ് അവർ കൺസിഡർ ചെയ്ത്. ആൻഡ് ദേ അസ്യൂം ദറ്റ് ആറ്റം ഇസ് ഇൻ ദ ഫോം ഓഫ് എ ക്യൂബ്. അവർ ആറ്റത്തിനൊരു ക്യൂബിക്കൽ അറേഞ്ച്മെൻറ്റിൽ കൺസിഡർ ചെയ്തു. ഓർമ്മയില്ലേ, ഒരു ക്യൂബിൻ്റെ ഫോമിലാണ് ഈ ഔട്ടർ മോസ്റ്റ് ലെയറിലെ ഇലക്ട്രോൺസ് ഈ ക്യൂബിൻ്റെ 8 കോർണേഴ്സിലായിരിക്കും ഉണ്ടാവുക എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. ബട്ട് എ ന്യൂ കെമിസ്റ്റ് ഓർ എ സയൻറ്റിസ്റ്റ്, ഹിസ് നെയിം വാസ് Langmuir. Langmuir refined the causal approach, the Lewis approach of that cubical arrangement. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, അദ്ദേഹം ഈ ഒരു ക്യൂബിക്കൽ അറേഞ്ച്മെൻ്റ് ഉള്ള ഒരു ഐഡിയ ഹി ജസ്റ്റ് അബാൻഡൺ, അയാൾ അത് ഒഴിവാക്കി. ആ ഒരു ഐഡിയ അല്ല ശരിക്കും ആറ്റത്തിൻ്റെ ഉള്ളത്. ദാറ്റ് ഈസ് Langmuir redefined the Lewis approach by abandoning the idea of that cubical arrangement of an atom. And he introduced a new concept, and that concept was known as, or new bonding, and that bonding was known as covalent bond. അദ്ദേഹം എന്ത് ചെയ്തു, കോസൽ ലെവിസിൻ്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു, അതായത് ഒരു ആറ്റം ഒരു ക്യൂബിൻ്റെ ഷേപ്പിലാണെന്നുള്ള ആ കോൺസെപ്റ്റ് അങ്ങ് അബാൻഡൻ ചെയ്ത് he brought a new idea of bonding, that is covalent bonding. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ഈസി. യു നോ ദാറ്റ് യു ഹാവ് ലേൺഡ് ഇൻ യുവർ grade 8 and 9 everywhere, but anyway we will just discuss in detail about this covalent bond. അപ്പം നമ്മൾ ക്ലോറിൻ എന്ന് പറഞ്ഞ ഒരു ആറ്റത്തിനെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. വാട്ട് ഈസ് ആറ്റോമിക് നമ്പർ ഓഫ് ക്ലോറിൻ? ദാറ്റ് ഈസ് 17. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 2 8 7 ആണ്. 2 8 7 8 + 2 10 17. അപ്പോൾ ക്ലോറിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്ലോറിൻ മോളിക്യൂൾ അല്ലേ? ഹൗ എ ക്ലോറിൻ മോളിക്യൂൾ ഇസ് ഫോം. അയോണിക് ബോണ്ടിൽ നമുക്കറിയാം ഇറ്റ് ഈസ് ബൈ ദ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് എൻ ഇലക്ട്രോൺ ഫ്രം വൺ ആറ്റം ടു ദി അതർ ആറ്റം. ഇവിടെ അങ്ങനെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഒരു ക്ലോറിൻ മോളിക്യൂൾ ഉണ്ടാവാൻ നടക്കുമോ നോക്കേ. ലെവിസിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ്, അത് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തെന്നുള്ളൂ. ലെവിസിൻ്റെ കോൺസെപ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് we just consider only the valence electron, outermost shell ഇലക്ട്രോൺസിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7. 1 2 3 4 5 6 7 ഇലക്ട്രോൺ. ഓക്കെ, എത്ര ഇലക്ട്രോൺ വേണം ഇതിന് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി? ഇറ്റ് റിക്വയർസ് 1 more electron, then the outermost shell will be having 8 electron. അപ്പോൾ വേറൊരു ക്ലോറിൻ ആറ്റം, ക്ലോറിൻ മോളിക്യൂൾ ഫോം ചെയ്യാൻ പോവുകയാണേ. 7 ഇലക്ട്രോൺ ഇവിടെയും, ഇവിടെ 7 ഇലക്ട്രോൺ. ഇതിന് 8 ഇലക്ട്രോൺ വേണ്ടിയിട്ട് ഈ ക്ലോറിൻ ഇതിൻ്റെ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുമോ? ഈ ഒരു ഇലക്ട്രോണിനെ കൊടുത്താൽ ക്ലോറിൻ എന്ത് പറ്റും? ഇറ്റ് വിൽ ബിക്കം 7. അത് സമ്മതിക്കുമോ? നോ. ഇയാൾക്കും എന്ത് വേണം? ഒരു ഇലക്ട്രോൺ വേണം, ഇയാൾക്കും ഒരു ഇലക്ട്രോൺ വേണം. ഇയാളോട് ചോദിക്കും, ഈ ക്ലോറിൻ ക്യാൻ യു ഗിവ് യുവർ, അപ്പോൾ ഈ ക്ലോറിൻ പറയും നോ ചാൻസ് അറ്റ് ഓൾ, എനിക്ക് നീ നിൻ്റെ ക്ലോറിനെ താ, എന്നിട്ട് നമുക്ക് ബോണ്ട് ഫോം. അപ്പോൾ ഇവർ രണ്ടുപേരും എന്തിനെല്ലാം റെഡിയല്ല, അങ്ങോട്ട് കൊടുക്കാൻ റെഡിയല്ല, ബിക്കോസ് അവർക്ക് രണ്ടുപേർക്കും വേണ്ടത് ഒരു ഇലക്ട്രോണാണ്. അപ്പോൾ ഇവരെന്ത് പറയും? ഓക്കെ, നമ്മൾ അങ്ങോട്ടും കൊടുക്കണ്ട ഇങ്ങോട്ട് വാങ്ങും വേണ്ട, വാട്ട് ക്യാൻ വി ഷെയർ അവർ ഇലക്ട്രോൺ, നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ട് നിനക്കും കിട്ടി എനിക്കും കിട്ടി എന്നുള്ള രീതിയിലാക്കാവോ? അങ്ങനെയാണ് ഈ ഒരു ബോണ്ടിങ് വരുന്നത്. ദാറ്റ് ഈസ് this chlorine will share its electron and this chlorine will share this electron to this atom. അങ്ങനെ ഈ ക്ലോറിനും 8 ഇലക്ട്രോണായി, ഈ ക്ലോറിനും 8 ഇലക്ട്രോണായി. കണ്ടോ? 1 2 3 4 5 6 7. ഇത് ഇയാളെ കൂടെ പോയോ? ഇല്ല. ഈ ഇലക്ട്രോൺ ഇയാളെ കൂടെ പോയോ? അതുമില്ല. ബട്ട് ദേ വേ മ്യൂച്വലി ഷെയർഡ്. അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ സെയിം എക്സാമ്പിൾ പോലെ തന്നെ ഒരു ടേബിൾ അമ്മ തന്നു പഠിക്കാൻ. ആദ്യം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലി കൊടുമില്ല. ഫൈനലി യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് രണ്ടാളും ഒരേ പവറാണ്. അപ്പോൾ എന്ത് ചെയ്യും? രണ്ടാളും നടുക്കും ആ ടേബിൾ നിൽക്കും. ഏട്ടനാണോ ആ ടേബിൾ, അനിയത്തിക്കാണോ ആ ടേബിൾ പഠിക്കാൻ? അല്ല, രണ്ടാക്കും കൂടെ. അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. നിങ്ങൾക്ക് അമ്മ ഒരു പഠിക്കാൻ ഒരു ടേബിൾ തന്നു, യു ബോത്ത് ആർ സിറ്റിംഗ് അറ്റ് ദ 2 ends. അപ്പോൾ എന്ത് ചെയ്യും? ഒരാൾ വലിക്കും, മറ്റേ ആൾ വലിക്കും. നമ്മൾ അയണിക് ബോണ്ടിൻ്റെ കേസിൽ പറഞ്ഞു ഇതേപോലെ ഒരു ടേബിൾ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളുടെ അമ്മ തന്നു. നിങ്ങൾ രണ്ടുപേരും ഒരേ പവർഫുള്ളാണ്. ഇപ്പോൾ ഒരു ചേച്ചിയും അനിയത്തിയും രണ്ടാക്കും ഒരേ പവർ. രണ്ടുപേരും വലിച്ചു, രണ്ടുപേരെ സൈഡിലേക്കും നീങ്ങുന്നില്ല. സോ വാട്ട് ഇവിടെ? ഓക്കെ, അടി കൂടണ്ട, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഷെയർ ചെയ്യാം. ഈ ടേബിൾ ചേച്ചിക്കാണോ? അല്ല. ഈ ടേബിൾ അനിയത്തിക്കാണോ? അല്ല.
ഇത് രണ്ട് പേർക്കും കൂടെ ഷെയർ ചെയ്യും. ആരുടെയും കയ്യിലാണോ? അല്ല, ഇറ്റ് ഈസ് റിമൈനിങ് അറ്റ് ദ സെൻറ്റർ. അതേപോലെ തന്നെ the electrons are mutually shared between the atoms, and this type of bond formed by the mutual sharing of electrons by the atoms, such bond is known as covalent bond. So what is meant by a covalent bond? A covalent bond is a bond formed by the mutual sharing of electrons by the atoms. Atoms തമ്മിൽ ഇലക്ട്രോൺസിനെ മ്യൂച്വലി ഷെയർ ചെയ്യുക. രണ്ട് പേരും ഒരുപോലെ ഷെയർ ചെയ്യുക, അല്ലാതെ ഒരാൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഒരാൾ വാങ്ങില്ല. രണ്ട് പേരും മ്യൂച്വലി ഷെയർ ചെയ്യുന്ന അങ്ങനെ ഉണ്ടാവുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോവലന്റ് ബോണ്ട്. സോ ക്ലോറിൻ ഇസ് ഫോം ബൈ ദ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഇവിടെ ക്ലോറിൻ ഒരു ക്ലോറിൻ ആറ്റം എത്ര ഇലക്ട്രോണിന് ഷെയർ ചെയ്തു? ഈ ക്ലോറിൻ ആറ്റം 1 ഇലക്ട്രോൺ അല്ലേ? ഈ ക്ലോറിൻ ആറ്റം 1 ഇലക്ട്രോൺ. സോ ഇതിൻ്റെ കോവാലൻസി, നമ്മൾ നേരത്തെ ഇലക്ട്രോവാലൻസി പഠിച്ചിട്ടുണ്ടായിരുന്നു. കോവാലൻസി ഓഫ് ക്ലോറിൻ ഇൻ ദിസ് കേസ് ഇസ് 1. സോ വാട്ട് ഇസ് മെൻ ബൈ കോവാലൻസി? ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർഡ് ബൈ ആൻ ആറ്റം ഇസ് നോൺ ആസ് ഇറ്റ്സ് കോവാലൻസി. Number of atoms shared by an atom for the formation of a covalent bond. That number of that electron number is known as covalency. In the formation of chlorine molecule, chlorine atom has shared 1 electron. So the covalency of chlorine is 1. മനസ്സിലായോ? ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ കോവലന്റ് ബോണ്ട് എന്താ, കോവാലൻസി എന്താന്ന് പറഞ്ഞു. ഇപ്പം നമുക്കറിയാം. ഇനി ഞാൻ ഹൈഡ്രജൻ ആറ്റം, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ് അല്ലേ? അപ്പം നമുക്കറിയാം ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഹൈഡ്രജനിൽ വേറൊരു ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ. നമ്മൾ ഹൈഡ്രജൻ മോളിക്യൂളാണ് ഫോം ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഒക്റ്ററ്റ് റൂള് പോലെ തന്നെയാണ് ഡുപ്ലെറ്റ് റൂൾ. അതെന്താണ്? ദാറ്റ് ഈസ് എലിമെൻറ്റ്സ് ഹാവ് എ ടെൻഡൻസി ടു അറ്റൈൻ either 2 ഇലക്ട്രോൺ. അത് ആരെ കേസിലായിരുന്നു? ഹൈഡ്രജൻ, ഹീലിയം പോലെയുള്ള എലിമെൻറ്റ്സിന് 2 ഇലക്ട്രോൺ കിട്ടിയാൽ ദേ വിൽ ബി സ്റ്റേബിൾ ബിക്കോസ് ദേ ഹാവ് ഓൺലി 1 ഷെൽ. ഒറ്റ ഷെല്ലുള്ളവർക്ക് 2 ഇലക്ട്രോൺ കിട്ടിയാൽ സ്റ്റേബിൾ ആണല്ലോ. അപ്പോൾ ഇവർക്ക് എന്തുള്ള ടെൻഡൻസി ആയിരിക്കും? ഡുപ്ലെറ്റ് സ്റ്റേറ്റിലേക്ക് എത്താനുള്ള ടെൻഡൻസി ആയിരിക്കും. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ ഈ ഹൈഡ്രജൻ സ്റ്റേബിൾ ആവും. ഈ ഹൈഡ്രജൻ ആറ്റം ഒരു ഹൈഡ്രജൻ കിട്ടിയാൽ ഒരു ഇലക്ട്രോണും കൂടി ഇറ്റ് വിൽ ബി സ്റ്റേബിൾ. അപ്പോൾ ഇവർക്ക് 2 പേർക്കും കൊടുക്കാൻ വയ്യ. അവരെന്ത് പറയും? ഓക്കെ, വി വിൽ ഷെയർ അവർ ഇലക്ട്രോൺ. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ഇത് ഷെയർ ചെയ്യും. അങ്ങനെ 2 ഇലക്ട്രോൺ കിട്ടും. ഈ ഹൈഡ്രജൻ ആറ്റം ഇതേപോലെ ഷെയർ ചെയ്യും. അങ്ങനെ ഈ കോവാലൻസി ഓഫ് ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ ആറ്റം ഒരു ഇലക്ട്രോണിനെയാണ് ബോണ്ടിങ്ങിന് വേണ്ടി കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ കോവാലൻസി 1 ആണ്. ഇനി ഇവിടെ 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ബിറ്റ്വീൻ അല്ലേ? ഇവിടെ 2 പേരും കൂടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ വെച്ചിട്ടാണ് ബോണ്ട് ഫോം ചെയ്തത് അല്ലേ? ഒരു പെയർ ഇലക്ട്രോണിൽ ഇതിൻ്റെ കയ്യിലൊരു ഇലക്ട്രോൺ, ഇതിൻ്റെ കയ്യിലൊരു ഇലക്ട്രോൺ, അങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്ത് ഓൺലി 1 പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് യൂസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട്, ദെൻ ദാറ്റ് ബോണ്ട് ഇസ് നോൺ ആസ് സിംഗിൾ കോവാലന്റ് ബോണ്ട്. എന്താ ഈ ബോണ്ടിനെ പറയാ? Single covalent. If 1 pair of electrons are used for the formation of bond, then that bonding is known as covalent bond. ഇവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്തായിട്ട് ഫോം ചെയ്ത് ഒരു ബോണ്ടായിട്ട് ഫോം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ബോണ്ടിനെ നമ്മൾ പറയും സിംഗിൾ കോവാലന്റ് ബോണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി വേറെ ഉണ്ട്. യെസ്, ഡബിൾ ഉണ്ട്, ട്രിപ്പിൾ ബോണ്ടൊക്കെ ഉണ്ട് കേട്ടോ. നോക്കാം. ഓക്സിജൻ കൺസിഡർ ചെയ്തോളൂ കേട്ടോ. ഓക്സിജൻ അറ്റോമിക് നമ്പർ എന്താ? 6 കാർബൺ ആണ്. ഓക്സിജൻ ഇസ് 8 ഓക്സിജൻ ആണ്. അപ്പോൾ അറ്റോമിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് 2 6. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്സിജൻ, നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന ഓക്സിജൻ മോളിക്യൂൾ അല്ലേ? എങ്ങനെ ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാവുന്നത് നോക്കാം. 6 ഇലക്ട്രോൺ, 4 5 6. ഈ ഓക്സിജൻ എത്ര ഇലക്ട്രോൺ വേണം? 2 more ഇലക്ട്രോൺ കിട്ടിയാൽ ഇറ്റ് വിൽ ബി സ്റ്റേബിൾ. അപ്പോൾ 2 ഓക്സിജനും 2 ഇലക്ട്രോൺ വേണം. ഈ ഓക്സിജൻ കൊടുക്കുമോ? ഇല്ല. ഈ ഓക്സിജൻ ഇതിന് കൊടുക്കുമോ? ഇല്ല. വാട്ട് ദേ വിൽ ഡു? ദേ വിൽ മ്യൂച്വലി ഷെയർ ദെയർ 2 ഇലക്ട്രോൺ. അവരെന്ത് ചെയ്യും? ഓക്കെ, നമുക്ക് മോളിക്യൂൾ ഫോം ചെയ്യാം. ഞാൻ എൻ്റെ 2 ഇലക്ട്രോൺ നിനക്കും ഷെയർ ചെയ്യാം, നീ നിൻ്റെ 2 ഇലക്ട്രോൺ എനിക്കും ഷെയർ ചെയ്യാം. സോ വാട്ട് വിൽ ഹാപ്പൻ? നമുക്ക് നല്ലൊരു കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്യാം. അപ്പം ഈ 2 ഇലക്ട്രോൺ ഈ ആറ്റത്തിന് ഇത് ഷെയർ ചെയ്യും. അപ്പോൾ എത്ര എണ്ണായി? 1 2 3 4 5 6 7 8. ഇനി 1 2 3 4 5 6 7 8 ഇതും ഷെയർ ചെയ്തു.
രണ്ടുപേർക്കും 8 കിട്ടിയില്ലേ? കോവാലൻസി ഓഫ് ഓക്സിജൻ എത്രയാണ്? ഒരു ഓക്സിജൻ എത്ര ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നുണ്ട്? ഈ ഓക്സിജൻ ഇതിൻ്റെ 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്സിജൻ്റെ കോവാലൻസി എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. കണ്ടോ? ഇനി ഇവിടെ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസ് ചേർന്നിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്? ഈ ഒരു പെയർ വെച്ചിട്ട് ഒരു ബോണ്ട്, ഈ ഒരു പെയർ വെച്ചിട്ട് 2 ബോണ്ട്. അപ്പോൾ ഇവിടെ എത്ര ബോണ്ട് ഉണ്ട്? 2 ബോണ്ട് ഉണ്ട് അല്ലേ? സോ ഇഫ് എ ബോണ്ട് ഇസ് ഫോംഡ് ബൈ 2 പെയർ ഓഫ് ഇലക്ട്രോൺ, ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 ആൾക്കല്ലേ, എ ബോണ്ട് ഇസ് ഫോം ബൈ sharing 2 pair of electron, then that bonding is known as double covalent bond. എന്താ പറയുക? ഡബിൾ കോവലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട്. അതാണ് നിങ്ങളുടെ ബുക്കിൽ ഇങ്ങനെ കാണിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? ഈക്വൽ ടു അല്ല, ഇറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഇസ് ഡബിൾ ബോണ്ട്. ഇങ്ങനെ കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ വേണം ഈ ബോണ്ടിൽ ഇവിടെ ഒരു 2 ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ. ഇതാണ് ഈ ബോണ്ട് എന്ന് കാണിക്കുന്നത്. സോ if 2 pair of electrons are shared between 2 atoms, the bond formed is known as double bond. മനസ്സിലായോ? ഡബിൾ ബോണ്ട്. ഇപ്പോൾ സിംഗിൾ ബോണ്ട് പഠിച്ചു, ഡബിൾ ബോണ്ട് പഠിച്ചു, കോവാലൻസി പഠിച്ചു. ഇനി ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോയെന്നല്ലേ നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മുടെ നൈട്രജന് ഇറ്റ് ഇസ് 7 is atomic number. So the electronic configuration will be 2 5. നൈട്രജൻ എഴുതിയ ഔട്ടർ മോസ്റ്റിൽ 5 ഇലക്ട്രോൺ ആണ്. 1 2 3 4 5. ഈ നൈട്രജൻ മോളിക്യൂൾ അറിയാലോ അല്ലേ? N2 നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. 1 2 3. How N2 molecule is formed? This nitrogen, the outermost electron is 5, so it has a tendency to accept 3 more electron. 3 ഇലക്ട്രോണിനെയും കൂടെ കിട്ടി അത് ഹാപ്പിയായി. അപ്പം ഇവിടെ ഈ നൈട്രജൻ പറയും, അയ്യോ ഞാൻ തരത്തില്ല എൻ്റെ 3 ഇലക്ട്രോൺ കേട്ടോ. അപ്പോൾ ഈ നൈട്രജൻ ഞാനും തരത്തില്ല. സോ വാട്ട് ദേ വിൽ ഡു? ദേ വിൽ ടെൽ ഓക്കെ വി ക്യാൻ ഷെയർ അവർ ഇലക്ട്രോൺ. അപ്പോൾ ഈ നൈട്രജൻ്റെ 3 ഇലക്ട്രോൺ ഈ നൈട്രജനുമായിട്ട് ഷെയർ ചെയ്യും. ഈ നൈട്രജൻ്റെ ഈ 3 ഇലക്ട്രോൺ ഈ നൈട്രജനുമായിട്ട് ഷെയർ ചെയ്യും. ഓൾ ടുഗെദർ ഇവന് എത്ര കിട്ടി? 1 2 3 4 5 ആദ്യം ഉണ്ടായ പ്ലസ് ഇതിൻ്റെ 3 6 7 8. അപ്പോൾ 8 ഇലക്ട്രോൺ ആയി. ഈ നൈട്രജനോ 1 2 3 4 5 6 7 8. 8 ഇലക്ട്രോൺസ് കിട്ടിയോ? ഇനി ഇവിടെ എത്ര ഇലക്ട്രോൺ പെയർ ചേർന്നിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നതാ? ഇവിടെ ഒരു പെയർ, ഇവിടെ ഒരു പെയർ, ഇവിടെ ഒരു പെയർ. സോ ഹൗ മെനി പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആർ there? 3 pairs. So if a bond is formed by 3 pairs of electron, then that type of bonding is known as triple bond. എന്താ അതിനെ പറയാ? Triple bond. If a bond is formed by sharing 3 pairs of electron, then that bonding is known as triple bond. Example nitrogen. ഇവിടെ നൈട്രജൻ്റെ കോവാലൻസി എത്രയാണ്? ഒരു നൈട്രജൻ എത്ര ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നുണ്ട്? ഒരു നൈട്രജൻ 3 ഇലക്ട്രോൺ അല്ലേ? ഇതിൻ്റെ കയ്യിൽ 3 ഇലക്ട്രോൺ ആണ് ഇത് ഷെയർ ചെയ്യുന്നത്. സോ ദ കോവാലൻസി ഓഫ് നൈട്രജൻ ഇസ് 3. മനസ്സിലായോ എന്താണ് കോവലന്റ് ബോണ്ട്? ഒന്നുകൂടെ നന്നായി ശ്രദ്ധിച്ചോളൂ. കോവലന്റ് ബോണ്ട് ഇസ് ഫോം ബൈ ദ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. ദെൻ വാട്ട് ഇസ് മീൻ ബൈ കോവലൻസി? കോവലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർഡ് ബൈ 1 ആറ്റം ഫോർ ദ ഫോർമേഷൻ ഓഫ് എ കോവലന്റ് ബോണ്ട് ഇസ് നോൺ ആസ് കോവാലൻസി. ഇനി എന്താണ് സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ? If a bond is formed by a single pair of electron, then it is called as single bond. In the case of hydrogen, chlorine. What about double bond? If a bond is formed by sharing 2 pairs of electron, then that bonding is known as double bond. Example, oxygen. Triple bond means if a bond is formed by the mutual sharing of 3 electrons, then that bonding is known as triple bond. ഇവിടെ കോവലൻസി ഓഫ് നൈട്രജൻ 3 ആണ്, ഓക്സിജൻ്റെ കോവാലൻസി 2 ആണ്, ഹൈഡ്രോജൻ്റെ കോവാലൻസി 1 ആണ്. ഇത്രയും കാര്യം തറോ ആയോ? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തോളൂ. വാട്ട് ഇസ് മെൻ ബൈ കോവലന്റ് ബോണ്ട്? ആർ എക്സ്പ്ലെയിൻ സിംഗിൾ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ ആൻഡ് ഓൾസോ ഡിറ്റർമിൻ ദ കോവാലൻസി ഓഫ് ദീസ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയോ? ഫുൾ മാർക്ക് കിട്ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, explain the double bond formation in oxygen and explain the covalency of oxygen. ഇതൊക്കെ എങ്ങനെയും ചോദിക്കാം. എളുപ്പമാണെന്ന് വിചാരിക്കും, പക്ഷേ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല പഠിക്കാൻ. പക്ഷേ പോയിൻ്റ് ആയിട്ട് നോക്കി പഠിക്കണം. ഡിസ്ക്രിപ്ഷനിൽ നോട്ട്സ് ഉണ്ടാവും കേട്ടോ, അത് നോക്കി പഠിച്ചോളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അപ്പോൾ നമ്മൾ കോവലന്റ് ബോണ്ട്, കോവലൻസി ഒക്കെ പറഞ്ഞു. ഇനി അതുപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് ഉണ്ട്. അതെന്താ വെച്ചാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ ടേംസ് യൂസ് ചെയ്യും ഇനി വരുന്ന ഓരോ ക്ലാസ്സിൽ. അപ്പോൾ അറിയാതിരിക്കരുത് എന്താണ്. ഫസ്റ്റ് ടേം ഇസ് വാട്ട് ഇസ് മെൻ ബൈ ബോണ്ട് പെയർ. എന്താണ് ബോണ്ട് പെയർ? അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം.
അപ്പോൾ എന്താണ് ബോണ്ട് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പെയർ ഓഫ് ഓർ ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദി ആറ്റം. The shared pair of electron between the atoms that are responsible for the bond formation. That pair of electrons or that number is known as the bond pair. എത്ര ബോണ്ട് പെയർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ആറ്റംസ് തമ്മിൽ ബോണ്ട് ചെയ്യാൻ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസിനെ യൂസ് ചെയ്തിട്ടുണ്ട്, ആ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ നമ്മൾ പറയും ബോണ്ട് പെയർ എന്നും. എത്രയാണ് ആ പെയേഴ്സ്, അതാണ് അവരുടെ നമ്പർ ഓഫ് ബോണ്ട് പെയേഴ്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് മീൻ ബൈ ബോണ്ട് പെയർ? The shared or the number of electrons shared by two atoms for the formation of a bond between them. ആ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിന് പറയുന്ന പേരാണ് ബോണ്ട് പെയർ എന്ന്. ഇവിടെ ഓക്സിജൻ്റെ കേസിൽ നമുക്കറിയാം ഔട്ടർമോസ്റ്റിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 2 ഇലക്ട്രോൺ ദേ ഹാവ് യൂസ്ഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട്. സോ ദ ബോണ്ട് പെയർ ഇൻ ഓക്സിജൻ മോളിക്യൂൾ ഇസ് 2. ഓക്സിജൻ മോളിക്യൂളിൽ ബോണ്ട് പെയർ എത്ര എണ്ണം ഉണ്ട്? ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 ആൾക്കാർ. അപ്പോൾ എത്ര പെയറുണ്ട്? 2 പെയറുണ്ട് അല്ലേ. ഇനി ഒരു ഓക്സിജൻ ആറ്റത്തിൽ എത്ര ലോൺ പെയർ ഉണ്ടെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് മെൻ ബൈ ലോൺ പെയർ? The pair of electron which is not participated in bond formation. എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ ബോണ്ട് പാർട്ടിസിപ്പേറ്റിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല, അത്രയും പെയർസ് ഓഫ് ഇലക്ട്രോൺസിന് നമ്മൾ എന്ത് പറയും? ലോൺ പെയർ എന്ന്. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ഓക്സിജൻ യു ക്യാൻ സി ഈ ഒരു പെയർ ബോണ്ട് ചെയ്തിട്ടില്ല, ഈ ഒരു പെയറും ബോണ്ട് ചെയ്തിട്ടില്ല. സോ ഓക്സിജൻ ഇസ് ഹാവിങ് 2 ലോൺ പെയർ ആൻഡ് 2 ബോണ്ട് പെയർ. 2 പെയേഴ്സ് ചേർന്നിട്ടാണ് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. സോ ദ ബോണ്ട് പെയർ എന്ന് പറയുന്നത് അവിടെ 2 എണ്ണം. ലോൺ പെയർ എന്ന് പറയുന്നത് ഒരു ഓക്സിജൻ ആറ്റത്തിൽ 2 ലോൺ പെയർ ഉണ്ട്. മനസ്സിലായോ? ഇനി ഹൈഡ്രജൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ ഒരു ആറ്റം ഒരു ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. സോ ഇറ്റ് വിൽ ഷെയർ ഇറ്റ്സ് 1 ഇലക്ട്രോൺ ടു other hydrogen atom, and the other hydrogen atom will share its 1 electron. So all together they both get 2 electrons. So എത്ര ബോണ്ട് പെയർ ഉണ്ട്? The number of electron pairs that are shared between 2 atoms in order to form a bond is known as the bond pair. ഇവിടെ എത്ര പെയറേ ഉള്ളൂ? 1 പെയർ അല്ലേ. 1 പെയർ ഓഫ് ബോണ്ടും ലോൺ പെയർ ഉണ്ടോ ഹൈഡ്രജന്? സോ 0 ലോൺ പെയർ, അല്ലെങ്കിൽ എന്ത് പറയാം? നോ ലോൺ പെയർ ഇസ് പ്രസന്റ്. ക്ലോറിൻ മോളിക്യൂളിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. So it will share 1 electron with other chlorine in order to form a chlorine molecule. So it will be having 1 bond pair. എത്ര ലോൺ പെയർ ഉണ്ട്? 1, 2, 3 ലോൺ പെയർ ഉണ്ട്. ഓക്കെ. നൈട്രജനോ നമുക്കറിയാം 5 ആണ് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല്. സോ ഇറ്റ് വിൽ ഷെയർസ് ഇറ്റ്സ് 3 ഇലക്ട്രോൺസ്. സോ നൈട്രജൻ എത്ര ബോണ്ട് പെയർ ഉണ്ട്? 3 ബോണ്ട് പെയർ ഉണ്ട്. എത്ര ലോൺ പെയർ ഉണ്ട്? 1 ലോൺ പെയർ ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് നൈട്രജൻ മോളിക്യൂളിനെ ബേസ് ചെയ്തിട്ട് ലോൺ പെയറും ബോണ്ട് പെയറൊക്കെ മാറുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ നൈട്രജൻ മോളിക്യൂളിൽ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറുണ്ട്. അപ്പോൾ ലോൺ പെയർ എന്താ? ബോണ്ട് പെയർ എന്താ? ഇനി ഹോമോ ആറ്റോമിക് മോളിക്യൂൾസ് ഉണ്ട്, ഹെട്രോ ആറ്റോമിക് മോളിക്യൂൾ ഉണ്ട്. ഹോമോ ആറ്റോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് കമ്പൈൻ ടുഗെദർ ടു ഫോം എ മോളിക്യൂൾ. ഓക്സിജൻ 2 ഓക്സിജൻ ആറ്റം, 2 ഹൈഡ്രജൻ ആറ്റം, 2 ക്ലോറിൻ ആറ്റം. ഇവിടെയൊക്കെ ക്ലോറിനും ഒരേ ആറ്റംസ്. ഓക്സിജൻ ഒരേ ആറ്റം, ഹൈഡ്രജൻ ഒരേ ആറ്റം. സോ ദിസ് ഹൈഡ്രജൻ മോളിക്യൂൾ അല്ലെങ്കിൽ ക്ലോറിൻ മോളിക്യൂൾ, ഓക്സിജൻ മോളിക്യൂൾ, നൈട്രജൻ മോളിക്യൂൾസ്, all these are known as homoatomic molecule because these molecules are formed by the combination of same atoms. What in the case of H2O? H2O എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം. It is heteroatomic molecule. എന്തുകൊണ്ടാണ്? ഡിഫറെൻറ്റ് ആറ്റംസ് അല്ലേ, 2 ഹൈഡ്രജനും 1 ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് അവിടെ ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നത്. സോ ഇറ്റ് ഇസ് നോൺ ആസ് ഹെട്രോ ആറ്റോമിക് മോളിക്യൂൾ. ഇപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞു, ഇതൊക്കെ ലെവിസ് ഡോട്ട് സ്ട്രക്ചറാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെവിസിൻ്റെ ഡോട്ട് എങ്ങനെ ക്ലോറിൻ വരയ്ക്കാം, എങ്ങനെ മെഗ്നീഷ്യം വരയ്ക്കാം, എങ്ങനെ ഹൈഡ്രജൻ വരയ്ക്കാം എന്ന് പഠിച്ചു. ഇന്നിപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? എങ്ങനെ ഓക്സിജൻ മോളിക്യൂൾ വരയ്ക്കാം, എങ്ങനെ ഹൈഡ്രജൻ, എങ്ങനെ ക്ലോറിൻ. അപ്പോൾ ഈ ഹോമോ ആറ്റോമിക്കിൻ്റെ കേസിൽ വളരെ സിമ്പിളാണ് നമുക്ക് വരയ്ക്കാം അല്ലേ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ എന്ത് കൊടുക്കണം? ഒന്നും നോക്കണ്ട, ഔട്ടർ മോസ്റ്റ്ലി 8 എത്തുന്ന രീതിയിൽ നിങ്ങൾ ഡോട്ട് ഇടുക, എന്നിട്ട് ഷെയർ ചെയ്യുക. സിമ്പിൾ. പക്ഷേ ഇനിയിപ്പോൾ ഹൈഡ്രജൻ, വാട്ടർ, ഇതിനിപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുക? ഈ 8 ഇലക്ട്രോൺ 2 കിട്ടും വേണം, പിന്നെ എന്താണ് ബോണ്ടിങ്, ഇതൊക്കെ വരയ്ക്കണ്ടേ അല്ലേ. നമ്മൾ ഇതേപോലെ ഹൈഡ്രജൻ, പിന്നെ നിങ്ങൾക്ക് SO3 വരയ്ക്കാനുണ്ട്, CO2 വരയ്ക്കാനുണ്ട്, CO വരയ്ക്കാനുണ്ട്. ടെക്സ്റ്റിൽ കുറേ തന്നിട്ടുണ്ട്.
ഇതൊക്കെ നമുക്ക് ലെവിസിൻ്റെ സിമ്പിൾ വെച്ചിട്ട് തന്നെ വരയ്ക്കണം. ഹൗ വി ആർ ഗോയിങ് ടു റെപ്രസെൻറ്റ് ഇറ്റ്. അപ്പോൾ അതറിയണമെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചോളൂ മക്കളെ. നിങ്ങളുടെ 2 മാർക്കോ 3 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ഒരു ക്ലാസ് കണ്ട നിങ്ങൾ ഏത് സ്ട്രക്ചർ തന്നാലും യു ആർ ഗോയിങ് ടു ഡു ഇറ്റ്. പക്ഷേ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ വി ആർ ഗോയിങ് ടു ഡ്രോ ദി ലെവിസ് ഡോട്ട് സ്ട്രക്ചർ ഫോർ ഹെട്രോ ആറ്റോമിക് മോളിക്യൂൾ. ഹോമോ എളുപ്പമാണ്, ആർക്കും വരയ്ക്കാം. ഹെട്രോ ആറ്റോമിക് നിങ്ങളുടെ എക്സാമിനും ഹെട്രോ ആണ് അധികവും ചോദിക്കാറില്ല. ഹെട്രോ മോളിക്യൂൾ മാത്രമല്ല അയോൺസിനെയും അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാൻ പറയുന്ന ഓരോ റൂൾസും നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് സ്ട്രക്ചർ എഴുതിക്കുക. എല്ലാ സ്ട്രക്ചറും നിങ്ങൾ വരയ്ക്കാൻ പോകുന്നുണ്ട്. We are going to draw the Lewis dot structure for molecules, heteroatomic molecule. ഹോമോ എളുപ്പമാണ്, heteroatomic moleculeനെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് കുറച്ച് റൂൾസ് ഉണ്ട് കേട്ടോ. ആ റൂൾ തന്നെ ഫോളോ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ 1-2 എണ്ണം റൂൾസ് വെച്ച് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും കണ്ടുപിടിക്കാൻ. അപ്പം ലെവിസിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ, ദാറ്റ് ഈസ് വാലൻസ് ഇലക്ട്രോൺസ് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മളിപ്പം ഒരു NO2 മോളിക്യൂളാണ് വരയ്ക്കാൻ പോകുന്നതെങ്കിൽ വാട്ട് വി ഹാവ് ടു കൺസിഡർ, നമുക്ക് നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും വാലൻസ് ഇലക്ട്രോൺസ് കൺസിഡർ ചെയ്യണം. നൈട്രജൻ്റെ നമുക്കറിയാം 5 ആണ്, ഓക്സിജൻ ഇറ്റ് ഇസ് ഔട്ടർ മോസ്റ്റ് ഇറ്റ് ഇസ് 6 ആണ്. എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ. അപ്പോൾ 2 ഓക്സിജനും കൂടെ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും? 6 × 2 12. അപ്പം NO2ൻ്റെ മൊത്തം വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 12 + 17. എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 17 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ നോക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആഡിങ് വാലൻസ് ഇലക്ട്രോൺസ്. അപ്പോൾ ആദ്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞ ആറ്റംസത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ നമുക്ക് അറിഞ്ഞിരിക്കണം. വാലൻസ് ഇലക്ട്രോൺസ് അറ്റോമിക് നമ്പർ ആണ്, നമുക്ക് ഈസി ആയിട്ട് വാലൻസ്. അപ്പോൾ നൈട്രജൻ 5 ആണ്, ഇവിടെ ഓക്സിജൻ 6 ആണ്. എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 2 ഓക്സിജൻ്റെ കൂടെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 12 + 5 17. അപ്പോൾ എത്ര വാലൻസ് ഇലക്ട്രോൺ? 17 കിട്ടി. അപ്പോൾ അത് നമ്മൾ കയ്യിൽ വെച്ചു. ഇനി എന്താ? ഫോർ ആനയോൺസ് ഈച്ച് നെഗറ്റീവ് ചാർജ് മീൻസ് ആഡിങ് 1 ഇലക്ട്രോൺ. ഇപ്പോൾ ഇതാ CO3 2-. ഇതൊരു ആനയോൺ ആണ്. ആനയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ് ഉള്ളു. അപ്പോൾ ഇതൊരു ആനയോൺ ആണ്. ആനയോൺ അതായത് മോളിക്യൂൾസ് വിച്ച് ആർ ഹാവിങ് എ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇപ്പം നമ്മൾ NO2 തന്നെ കൺസിഡർ ചെയ്യുക. NO2- എന്ന് വിചാരിക്കുക. NO2- എന്ന് നമുക്കറിയാം. NO2ൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 17 ആണ്. ഇതിലൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് 1 എക്സ്ട്രാ ഇലക്ട്രോൺ ഇസ് ദേ. ന്യൂട്രലായ NO2-ലൊരു നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കയ്യിലൊരു എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് വാലൻസ് ഇലക്ട്രോണിൽ 1 ഇലക്ട്രോൺ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ ഇപ്പോൾ എത്രയേ? 18. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താ? ഒരു എലിമെൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു മോളിക്യൂളിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വാലൻസ് ഇലക്ട്രോൺ കണ്ടുപിടിക്കും, അതിനെ ആഡ് ചെയ്യും. ഇനി അതിൽ പോസിറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ചാർജ് ഉണ്ടോ നോക്കും. അവിടെ ഒരു നെഗറ്റീവ് ആണെങ്കിൽ 1 ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ NO2-2 ആണെങ്കിൽ എത്ര ഉണ്ടാവും? 2 നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എത്ര ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കണം? 2 ഇലക്ട്രോൺ. അപ്പോൾ അതായത് എത്രയാവും? 19 ആവും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനിയിപ്പം ഫോർ കാറ്റയോൺസ് ഈച്ച് പോസിറ്റീവ് ചാർജ് ഇസ് സബ്ട്രാക്റ്റഡ്. ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് അവിടെ കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇലക്ട്രോൺ കുറവാണെന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ NO2 എന്ന് എടുക്കാം. NO2- ആണെന്ന് വിചാരിക്കാം. ഐ മീൻ NO2+ ആണ്. അപ്പോൾ നമുക്കറിയാം NO2 എന്ന് പറയുന്നത് 17 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അതിനൊരു പ്ലസ് ചാർജ് എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ ഇസ് ലോസ്റ്റ് ഫ്രം ഇറ്റ്. സോ ദാറ്റ് മീൻസ് 17 - 1 ദാറ്റ് ഇസ് 16. ഇപ്പോൾ മനസ്സിലായല്ലോ? കാറ്റയോൺ വരുമ്പോൾ ആനയോൺ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഡിറ്റർമിൻ ദി വാലൻസ് ഇലക്ട്രോൺ. ദെൻ ഇഫ് ഇറ്റ് ഇസ് ആനയോൺ ആഡ് 1 ഇലക്ട്രോൺ. എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും ഇലക്ട്രോൺസിന് ആഡ് ചെയ്ത് കൊടുക്കുക. പോസിറ്റീവ് ആണെങ്കിൽ അത്രയും നമ്പറിനനുസരിച്ചിട്ട് സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പം നമുക്കറിയാം സബ്ട്രാക്ട് ചെയ്തു, എത്ര വാലൻസ് ഇലക്ട്രോൺ കിട്ടി. പിന്നെ നമ്മൾ എന്ത് എഴുതണം? ഈ സിമ്പിൾസ് എഴുതണം. NO2 അല്ലേ? അതെങ്ങനെ നമ്മളിപ്പോൾ ക്ലോറിനൊക്കെയാണ് നമുക്ക് എളുപ്പമായിരുന്നു, ഇങ്ങനെ എഴുതിയാൽ മതി. ഈ NO2-നെ നമ്മൾ എങ്ങനെ എഴുതും എന്നുള്ളത് കൺഫ്യൂഷനായി അല്ലേ? ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യും? നൈട്രജനെ സെൻറ്ററിൽ വെച്ചിട്ട് 2 ഓക്സിജൻ അപ്പുറത്തിപ്പുറത്തും ഇട്ട് കൊടുക്കാം. ഒന്ന് നമ്മുടെ ലോജിക്ക്, ഒന്ന് നമുക്ക് അറിയണം. പിന്നെ ചില കേസിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഏതിനെയാണ് സെൻറ്ററിൽ വെക്കുക, ഏതിനെയാണ് ടെർമിനലിൽ വെക്കുക. അങ്ങനത്തെ കേസിൽ ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ്, അതായത് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് അല്ല, ലീസ്റ്റ്, അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവുള്ള ആൾക്കാരെ നമ്മൾ സെൻറ്ററിൽ പ്ലേസ് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ടെർമിനലിൽ പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ?
അതായത് ലീസ്റ്റ് ഇലക്ട്രോൺ ആരെ സെൻറ്ററിൽ കൊടുക്കും ആരെ തെറ്റത്ത് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. എപ്പോഴും ഇതേപോലെ ആവണം എന്നില്ല, വേരിയേഷൻസ് അതെ. ബട്ട് ജനറലായിട്ട് ഇങ്ങനെയാണ്. നമ്മൾ ലീസ്റ്റ് ഇലക്ട്രോൺ ഓക്സിജനും നൈട്രജനും കൺസിഡർ നമുക്കറിയാം ഓക്സിജൻ ഇസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് കമ്പയർഡ് ടു നൈട്രജൻ. സോ നൈട്രജൻ ഇസ് ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ്. സോ നൈട്രജനെ സെൻറ്ററിൽ വെച്ചിട്ട് 2 ഓക്സിജൻ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ ബോണ്ടിങ് അങ്ങ് കൊടുക്കും. അപ്പം നമുക്കറിയാം ഞാൻ NO2 ആണ് കൺസിഡർ ചെയ്യുന്നത്. NO2ൽ 17 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് എനിക്കറിയാം. ആദ്യം തന്നെ ഞാൻ ഇവർ തമ്മിലൊരു ബോണ്ട് അങ്ങ് കൊടുത്തു, ബോണ്ടിങ് കൊടുത്തേ. അപ്പം ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ കൗണ്ട് ചെയ്യും ഷെയർഡ്. അതായത് ആഫ്റ്റർ കൗണ്ടിങ് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ദ റിമൈനിങ് ഇലക്ട്രോൺസ് ആർ യൂസ്ഡ് ഫോർ, നമ്മൾ ആദ്യം ഇവർക്കുള്ള ഇലക്ട്രോൺസിന് ഷെയർ ചെയ്ത് കൊടുക്കും. അതായത് സെൻട്രൽ ആറ്റത്തിന് എത്ര ഇലക്ട്രോൺ, ഇവർക്ക് നമുക്കറിയാം എല്ലാവർക്കും 8 ഇലക്ട്രോൺ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ട് ബോണ്ട് ഫോം ചെയ്യും. അപ്പം ഇതിനിപ്പോൾ ഞാനിങ്ങനെ സ്റ്റെപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ നല്ലൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ NO2 മൈനസ് ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം കൺസിഡർ ചെയ്യാത്തത്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് അപ്പം ഇതിൽ പോയിന്റ്സ് എങ്ങനെ വെച്ചാൽ ആഫ്റ്റർ അക്കൗണ്ടിങ് ഫോർ ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ദ റിമൈനിങ് ഇലക്ട്രോൺസ് ആർ യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ ബോണ്ട് ഫോർമേഷൻ. ബേസിക് റിക്വയർമെൻറ്റ് ഫോർ ദീസ് ഇസ് ഈച്ച് ആറ്റം ഷുഡ് ഗെറ്റ് ഒക്ടറ്റ് കോൺഫിഗറേഷൻ. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ആറ്റത്തിനും ഒക്ടറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കോൺഫിഗറേഷൻ സ്റ്റെപ്സ്. ആൻഡ് ഒക്ടറ്റ് കംപ്ലീഷൻ സ്റ്റാർട്ട്സ്. ആദ്യം നമ്മൾ ആര് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിൻ്റെ ഒക്ടറ്റാണ് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇവിടെ നിന്നോട്ടെ. ഇത് നോക്കി നോക്കി നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എഴുതാം. ദാറ്റ് ഇസ് CO2. സോ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആയതുകൊണ്ട് അതിൻ്റെ 2 4 ആണ് അതിൻ്റെ കോൺഫിഗറേഷൻ. സോ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? കാർബണിന് 4, കാർബണിന് 4 ആണ്. ഓക്സിജന് നമുക്കറിയാം ഔട്ടർ മോസ്റ്റിൽ 6 ആണ്. 2 ഓക്സിജൻ ആറ്റം ഉള്ളതുകൊണ്ട് 12 ആയി. ദാറ്റ് ഇസ് ഈക്വൽ ടു 16. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് എന്താ? ആഡിങ് വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 16 വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ. ഇനി ആനയോൺ ആണോ? അല്ല. നെഗറ്റീവ് ചാർജ് ഉണ്ടോ? ഇല്ല. പോസിറ്റീവ് ചാർജ് ഉണ്ടോ? അതും ഇല്ല. അപ്പം നമുക്ക് ആ 2 സ്റ്റെപ്പ്. ഇനി എങ്ങനെ ഇവരുടെ സിമ്പിൾ നമുക്കറിയാം. ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും തരും ഡ്രോ ദ ലെവൽ സ്ട്രക്ചർ ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ അറിയണം. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് തന്നെ കാർബൺ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്. അപ്പം നമ്മൾ എന്താ ആദ്യം എഴുതും? കാർബൺ എഴുതി, 2 ഓക്സിജൻ. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ 2 ഓക്സിജന് നടുക്ക് കൊടുക്കണോ അല്ലെങ്കിൽ കാർബണിനെ തെറ്റത്ത് കൊടുക്കണോ? കൺഫ്യൂഷനായി. അപ്പോൾ ഒന്നും നോക്കണ്ട. അവരെന്താ പറഞ്ഞത്? ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന് സെൻറ്ററിൽ കൊടുത്തിട്ട് ബാക്കി 2 ആൾക്കാരെ ടെർമിനലിൽ കൊടുക്കുക. അപ്പം ഓക്സിജനെയും കാർബണെയും കൺസിഡർ ചെയ്യുമ്പം കാർബൺ ഇസ് ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ്. സോ കാർബണിനെ സെൻറ്ററിൽ വെച്ചിട്ട് ബോണ്ട് വരയ്ക്കല്ലേ, 2 ഓക്സിജൻ അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തു. ഓക്കെ ആണല്ലോ ആ സ്റ്റെപ്പ് വരെ. ഇനി ആഫ്റ്റർ അക്കൗണ്ടിങ് ഫോർ ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ആ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എനിക്കറിയാം 16 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ എയറിൽ നിൽക്കത്തില്ലല്ലോ, ബോണ്ട് വേണ്ടേ? അപ്പം ഞാൻ ഇവിടെ ഒരു ബോണ്ട് ഇട്ട് കൊടുത്തു, ഇവിടെയും ഒരു ബോണ്ട് ഇട്ട് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഒരു കാർബണും ഓക്സിജനും തമ്മിലൊരു ബോണ്ട്, ഒരു കാർബണും ഒരു ഓക്സിജനും തമ്മിലൊരു ബോണ്ട്. അപ്പോൾ ഈ ബോണ്ട് കൺസിഡർ ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ വേണം പെൻസിൽ കൊണ്ടൊന്ന് അടയാളപ്പെടുത്തിക്കോ. ഇതെന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണാണ് അല്ലേ? ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ. ഇവിടെയും 2 ഇലക്ട്രോൺ ഉണ്ട്. ഇതൊക്കെ എന്ത് ബോണ്ടിങ് ആണ്? നമുക്കറിയാം ഇതൊക്കെ കോവാലൻ്റ് ബോണ്ടിങ് അല്ലേ? ഇറ്റ്സ് എ കോവലൻ്റ് ബോണ്ട് ഫോർമേഷൻ ആണ്. അപ്പോൾ ഇനി നോക്കാം. കാർബൺ ഇപ്പോൾ എത്ര എണ്ണം കിട്ടി? 1 2 3 4 4 ഇലക്ട്രോൺ കാർബണിൻ്റെ കയ്യിലായി. ഇത് മ്യൂച്വൽ ഷെയറിംഗ് ആണ്. ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവ്രി ആറ്റം ഷുഡ് ഗെറ്റ് 8 ഇലക്ട്രോൺ. എല്ലാ ആറ്റങ്ങളും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോണ്ട് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ്. സോ ഈച്ച് ആറ്റം ഷുഡ് ഗെറ്റ് 8 ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ ആദ്യം ആർക്കാണ് 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആക്കി കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ആറ്റം ഉണ്ടെങ്കിൽ അവരാദ്യം ഒക്ടറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ആറ്റത്തിൻ്റെ കേസസിലേക്ക് പോയാൽ മതി. അപ്പോൾ ഇവിടെ ഓക്സിജൻ ഉണ്ട് ഇലക്ട്രോ നെഗറ്റീവായിട്ട്. നമുക്കറിയാം 16 വാലൻസ് ഇലക്ട്രോണിലെ 4 ഇലക്ട്രോൺ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. സോ ബാക്കി എത്ര എണ്ണം ഉണ്ട്? ഇനി 12 വാലൻസ് ഇലക്ട്രോൺസേ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. ഇവിടെ എഴുതിയാൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. 12 വാലൻസ് ഇലക്ട്രോൺസേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പം ഞാൻ ഈ ഓക്സിജനെ കൺസിഡർ ചെയ്യുമ്പോൾ ഓക്സിജൻ നൗ ഹാവ് ഓൾറെഡി 2 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണും ഈ ബോണ്ട് ഫോം ചെയ്ത ഇലക്ട്രോൺ. അപ്പോൾ 2 ഇലക്ട്രോൺ. ഇനി ബാക്കി എത്ര എണ്ണം വേണം അതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ? 6 1 2 3 4 5 6. അപ്പോൾ ഈ ഓക്സിജൻ 8 ആയില്ലേ? ഈ ബോണ്ട് പെയറും
1 2 3 4 5 6 7 8. അപ്പോൾ ഈ ഓക്സിജൻ 8 എണ്ണായി. ഇനി നമ്മൾ ഈ ഓക്സിജനും അത് കൊടുക്കുക. ഇതിന് 2 എണ്ണം ഉണ്ട്, 3 4 5 6 7 8. അപ്പോൾ എത്രേ? ഈ ഓക്സിജനും 8 ആയേ. ഇനി നമ്മൾ നോക്കി നോക്കി ഇപ്പോൾ എത്ര ഇലക്ട്രോൺ മൊത്തത്തിൽ തീർന്നു? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. 16 വാലൻസ് ഇലക്ട്രോണും കംപ്ലീറ്റ് ആയി അല്ലേ? നമ്മളിത് വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 16 വാലൻസ് ഇലക്ട്രോണാണ് നമ്മുടെ കയ്യിലുള്ളത്. 16 വാലൻസ് ഇലക്ട്രോൺ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അവിടെ പ്രോബ്ലം വന്നു. നമ്മുടെ ഈ കാർബൺ നോക്കിയേ, കാർബൺ 8 ഇലക്ട്രോൺ ആയോ? ഇല്ല, 1 2 3 4 ആയിട്ടുള്ളൂ. ഇനി അതിന് എത്ര ഇലക്ട്രോൺ വേണം? ഇനിയും അതിന് 4 ഇലക്ട്രോണിനെ കിട്ടണം. എത്ര ഇലക്ട്രോണിനെ കിട്ടണം? 4 ഇലക്ട്രോൺ. അപ്പോൾ ഈ ഓക്സിജൻ എന്ത് ചെയ്യും? ഇതിൻ്റെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഇത് ഇങ്ങോട്ടേക്ക് ബോണ്ട് ചെയ്യാൻ യൂസ് ചെയ്യും. അപ്പം ഇതാണ് ഈ പോയിന്റ്. ആഫ്റ്റർ അക്കൗണ്ടിങ് ഫോർ ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ, ദ റിമൈനിങ് ഇലക്ട്രോൺസ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ മൾട്ടിപ്പിൾ ബോണ്ട് ഫോർമേഷൻ. ആദ്യം ഷെയർഡ് പെയർ ഇലക്ട്രോൺസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്പിൾ പെയറിങ് കൊടുക്കണം. അതായത് ഡബിളും ട്രിപ്പിൾ ബോണ്ട്സും കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഓക്സിജൻ ഇതിൻ്റെ ഈ 2 ഇലക്ട്രോണും കൂടെ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ എന്തായി? ഡബിൾ ബോണ്ടായോ? അതേപോലെ ഈ ഓക്സിജനും ഇതിൻ്റെ ഈ 2 ഇലക്ട്രോൺ ഇവിടെ ബോണ്ട് ഫോം ചെയ്യും. അപ്പം ഇനി ഒന്ന് നോക്കി ഇപ്പോൾ കാർബണിന് എത്ര ബാലൻസ് ഇലക്ട്രോൺസ് വന്നു എന്ന്? 1 2 3 4 5 6 7 8. ഇതൊക്കെ മ്യൂച്വൽ ഷെയറിങ്ങിൽ. അപ്പോൾ ഇതിന് 8 ഇലക്ട്രോൺ. ഇതിനോ 1 2 3 4 5 6 7 8. ഇതിനോ 1 2 3 4 5 6 7 8. ഒന്നുകൂടെ വൃത്തിക്ക് എഴുതുകയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. അപ്പോൾ ഈ ഓക്സിജന് 1 2 3 4 5 6 7 8. ഇതിനും എന്ത് കിട്ടി? 1 2 3 4 5 6 7 8 കിട്ടിയില്ലേ? ഇതിന് 1 2 3 4 5 6 7 8 കിട്ടിയോ? CO2 മോളിക്യൂളായോ? ഇങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്യൂൾ, അതായത് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ CO2 മോളിക്യൂൾ. ഇവിടെ ഒരു കാര്യം കൂടെ കാണിക്കണം. ഇവിടെ നമുക്കറിയാം ഇതൊക്കെ ബോണ്ടിങ്ങിൽ പോയി. ഇവിടെ എത്ര ലോൺ പെയർ ഉണ്ട്? ഒരു ലോൺ പെയർ, ഒരു ലോൺ പെയർ, ഒരു ലോൺ പെയർ, ഒരു ലോൺ പെയർ. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ വരച്ചോ നമ്മൾ? അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ശ്രദ്ധിക്കും? ആദ്യം നമ്മൾ മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വാലൻസ് ഇലക്ട്രോൺ നോക്കി അത് ആഡ് ചെയ്ത് കഴിഞ്ഞു. നെഗറ്റീവ് ഉണ്ടെങ്കിൽ, നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രോണിനെ ആഡ് ചെയ്യണം. പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രോണിനെ സബ്ട്രാക്ട് ചെയ്യണം, വാലൻസ് ഇലക്ട്രോൺ. എന്നിട്ട് നമ്മൾ സിമ്പൽ എഴുതും. സിമ്പൽ എഴുതിയിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആരെ സെൻറ്ററിൽ കൊടുക്കണം, ആരെ ടെർമിനലിൽ കൊടുക്കണം. ജനറലി ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആളെ അങ്ങ് സെൻറ്ററിൽ കൊടുത്തിട്ട് ബാക്കിയുള്ള ആളെ ടെർമിനലിൽ അങ്ങ് കൊടുക്കുക. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ സിംഗിൾ ബോൺസ് അങ്ങ് വരച്ച് വെക്കുക. സിംഗിൾ ബോൺസ് വരച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക എത്ര ഇലക്ട്രോൺസ് ഓൾറെഡി കഴിഞ്ഞു എന്നുള്ളത്. എന്നിട്ട് നോക്കുക ഇവിടെ ഏറ്റവും മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന് ആദ്യം ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം 2 എണ്ണം ഉണ്ടെങ്കിൽ 2 ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കി എത്ര ഇലക്ട്രോൺസ് അവിടെ പെയർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ നോക്കുമ്പം നമുക്ക് തോന്നുകയാണ് മറ്റേ ആറ്റത്തിന് ഇലക്ട്രോൺസ് അത്രയും കിട്ടിയിട്ടില്ല, ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ വി ഹാവ് ടു സ്റ്റാർട്ട് ഫോർ ഫോർമേഷൻ ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട് ഫോർമേഷൻ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്പിൾ ബോണ്ട് ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ വി വിൽ റൈറ്റ് ദ ലോൺ പെയർ ആൻഡ് ബോണ്ട് പെയർ. ഇപ്പോൾ ഇതിൽ എത്ര ബോണ്ട് പെയർ ഉണ്ട് നമുക്കറിയാം? 1 2 3 4. ഈ ഒരു മോളിക്യൂളിൽ 4 ബോണ്ട് പെയറും ഈ ഓക്സിജൻ ആറ്റത്തിന് 2 ലോൺ പെയറും ഈ ഓക്സിജൻ ആറ്റത്തിൽ 2 ലോൺ പെയർ ഉണ്ടെന്ന് മനസ്സിലായി. ക്ലിയർ ആയോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ വരയ്ക്കുന്നത്? ഇനി വേറൊരു മോളിക്യൂൾ സിമ്പിളായിട്ടുള്ള കാണിച്ചു എന്നിട്ട് നമ്മൾ അയോൺസിലേക്ക് പോവാം കേട്ടോ. ആദ്യം പറയാം നമ്മുടെ വാട്ടർ മോളിക്യൂൾ H2O എന്ന് വരച്ച് നോക്കട്ടെ. ഹൗ വി ആർ ഗോയിങ് ടു ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് H2O മോളിക്യൂൾ. H2O ആണേ. അപ്പോൾ H2Oയിൽ നമുക്കറിയാം ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ ഇനി ഞാൻ കുറേ തവണ പറഞ്ഞില്ല, ഓക്സിജൻ്റെ ഔട്ടർ മോസ്റ്റിൽ 6 ആണ്, ഹൈഡ്രജനിൽ 1 ആണ്. അപ്പോൾ വാട്ടറിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉള്ളതുകൊണ്ട് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 8 ആണ്. എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 8 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും?
ഇപ്പോൾ 8 വാലൻസ് ഇലക്ട്രോൺസ് കിട്ടിക്കഴിഞ്ഞു. നമ്മളിനി സിമ്പിൾസ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ജനറലി നമ്മൾ ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവിനെ സെൻറ്ററിൽ ബാക്കി എല്ലാത്തിനും 2 ടെർമിനലാക്കണം. പക്ഷേ ഇവിടെ നമുക്കറിയാം ഹൈഡ്രജൻ ഇസ് ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവാണ്. പക്ഷെ അതിനെ സെൻറ്ററിൽ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കൂലോ. അപ്പോൾ സോ ബെറ്റർ അതൊക്കെ അതേ പറഞ്ഞാൽ കുറച്ച് ലോജിക്കും കുറച്ച് ഐഡിയാസും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓക്സിജനെ സെൻറ്ററിൽ കൊടുത്തിട്ട് 2 ഹൈഡ്രജനെ തെറ്റത്ത് വരയ്ക്കും. കാരണം ഇതാണല്ലോ അതിൻ്റെ ഒരു വൃത്തി, അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു സ്ട്രക്ചറിൻ്റെ. അപ്പോൾ കുറച്ച് ലോജിക്ക് കുറച്ച് ഐഡിയയും കൂടെ വേണം ഇതെഴുതുമ്പോൾ. അല്ലാതെ മാം പറഞ്ഞിട്ടുണ്ട് ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് സെൻറ്ററിൽ വരണം, അതുകൊണ്ട് ഞങ്ങൾ ഹൈഡ്രജൻ, അങ്ങനെയല്ല. കേസസ് കണ്ടാൽ മനസ്സിലാവുന്ന കേസസിലാവുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ 2 ഹൈഡ്രജൻ. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഇവർക്ക് 2 പേർക്ക് ബോണ്ട്. ഇതൊക്കെ എന്ത് മനസ്സിലാക്കണം, കോവലന്റ് ബോണ്ടിങ് ആണ്. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇത് 2 ഇലക്ട്രോൺ ഉണ്ട്, നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ 1 2 3 4 ഓൾറെഡി 4 ഇലക്ട്രോണെ കഴിഞ്ഞു. ഇനി ബാക്കി 4 ഇലക്ട്രോണെ അവിടെ ഉള്ളൂ. അപ്പോൾ ഈ ഓക്സിജനെയാണ് നമ്മൾ ഇനി ആർക്കും ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പോവുക. ഓരോരുക്കൾക്കുള്ള ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുക. ഹൈഡ്രജൻ ഒന്ന് നോക്കി നോക്കൂ, ഹൈഡ്രജൻ അതിൻ്റെ ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്തല്ലോ, കംപ്ലീറ്റ് ചെയ്തില്ലേ? കാരണം അതിന് 2 ഇലക്ട്രോൺ മതി. ഈ ഹൈഡ്രജനും 2 ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഓക്സിജന് 1 2 3 4 എണ്ണേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ബാക്കി 4 എണ്ണം ആർക്ക് കൊടുക്കണം, നമ്മൾ ഓക്സിജന് കൊടുത്തു. ഇപ്പം ഹൈഡ്രജൻ വാട്ടർ മോളിക്യൂൾ എങ്ങനെയായി? അപ്പം വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്സിജൻ ഇത് കംപ്ലീറ്റ് എടുത്തു. ഇങ്ങനെ വരയ്ക്കണം കേട്ടോ നിങ്ങൾ, ലെവിസിൻ്റെ ഡോട്ട് സ്ട്രക്ചർ ആകുമ്പോൾ. എന്നിട്ടിതാ ഇങ്ങനെ വരച്ചാൽ കംപ്ലീറ്റ് സ്ട്രക്ചർ ഏതാ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു മോളിക്യൂൾ 2 ബോണ്ട് പെയറും ഓക്സിജൻ ഇതാ 2 ലോൺ പെയറും ഉണ്ട്. സിമ്പിൾ അല്ലേ വരയ്ക്കാൻ? വെരി വെരി സിമ്പിൾ. ഇനി നമുക്ക് ഒരു അയോൺ വരയ്ക്കാം അല്ലേ. സോ വി ആർ കൺസിഡറിങ് NO3-. നമുക്കറിയാം നൈട്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്ന് പറയുന്നത് 5 ആണ്, ഓക്സിജൻ 6 ആണ്, പക്ഷേ 3 ഓക്സിജൻ ഉള്ളത് കൊണ്ട് 18 ആണ്. അപ്പം 18 + 5 എന്ന് പറയുന്നത് നമുക്കറിയാം 23 ആണേ. അത് NO3-ൻ്റെ മാത്രം. ഞാൻ പറഞ്ഞു ഇഫ് ഫോർ ആനയോൺസ് ഈച്ച് നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അവിടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്. അപ്പം നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന വാലൻസ് ഇലക്ട്രോൺ അല്ലേ, അപ്പോൾ ആ എക്സ്ട്രാ ഇലക്ട്രോണിനെയും കൂടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 24. എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 24. മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമ്മൾ സിമ്പൽ ഇടണം. സിമ്പൽ ഇടുമ്പോൾ അതാ നൈട്രജൻ ഉണ്ട്, 3 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നൈട്രജനെ സെൻറ്ററിൽ വെച്ചിട്ട് 1 ഓക്സിജൻ ഇവിടെ, 1 ഓക്സിജൻ ഇവിടെ, 1 ഓക്സിജൻ നിങ്ങൾക്ക് എവിടെയോ കൊടുക്കാം. ഓക്കെ, ബോണ്ടിങ് ഞാൻ ചെയ്യുകയാണേ. 3 ബോണ്ട് അങ്ങ് കൊടുത്തു. അപ്പോൾ എനിക്കറിയാം ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ. അപ്പം മൊത്തത്തിൽ 6 ഇലക്ട്രോൺ തീർന്നിട്ടുണ്ട്. 6 ഇലക്ട്രോൺ തീർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇനി അതിൽ 12 അതവിടെ നിൽക്കട്ടെ. നമുക്കറിയാം 6 ഇലക്ട്രോൺ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ആറ്റത്തിന് ഒക്ടെറ്റ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുക കേട്ടോ. ഈ ഓക്സിജൻ ഓൾറെഡി എനിക്കറിയാം 2 ഇലക്ട്രോൺ ഉണ്ട്, 3 4 5 6 7 8. ഈ ഓക്സിജന് 2 ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട്, കാരണം ഈ ബോണ്ട് ചെയ്തല്ലോ. 1 2 3 4 5 6 7 8. ഇവിടെയും 1 2 3 4 5 6. ഇനി നമ്മൾ മൊത്തത്തിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 12 13 14 15 16 17 18 19 20 21 22 23 24. 24 ഇലക്ട്രോൺ അവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെക്ക് ചെയ്യുക, എല്ലാവരും ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്തോ നോക്കണ്ടേ. ഓക്സിജൻ 8 ഇലക്ട്രോൺ കിട്ടിയിട്ടുണ്ട്. ഈ ഓക്സിജനും 8 ഇലക്ട്രോൺ കിട്ടി. എന്തുകൊണ്ടാണ്? ഈ നൈട്രജൻ്റെ ഇവിടെ കൊടുത്തതും ഇവിടെ കൊടുത്തതും ഇവിടെയുള്ള ഓക്സിജനും 8 ഇലക്ട്രോൺ കിട്ടി. ഇവർ 3 ഹാപ്പി, 8 ഇലക്ട്രോൺ. പക്ഷെ നമ്മുടെ നൈട്രജൻ്റെ കേസിലുണ്ടോ, നൈട്രജന് 1 2 3 4 5 6 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തുകൂടെ വേണം, അവിടെ എന്തുകൂടെ വേണം, അതിന് 2 ഇലക്ട്രോണും കൂടെ വേണം. എന്ത് വേണം? 2 ഇലക്ട്രോൺ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഓക്സിജൻ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലോജിക്, ഇനി ഈ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, വീണ്ടും ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഷെയർ ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ബോണ്ട് ഫോം ചെയ്യും, ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പം ഈ ഓക്സിജൻ എന്ത് ചെയ്യും, ഇങ്ങനെ വരും. അപ്പോൾ ഈ നൈട്രജൻ എന്തായി, കണ്ടോ, നൈട്രജൻ ഇപ്പോൾ എത്ര കിട്ടി, 1 2 3 4 5 6 7 8. അപ്പം നമുക്ക് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം, മൈനസ് മറക്കരുത്. ഓക്സിജൻ്റെ മുകളിൽ ഇപ്പോൾ എത്ര പെയർസേ ഉള്ളൂ, ഇവിടെ 2 എണ്ണം, ഇവിടെ 1 2
5 6 ഇവരാരും ഇവരത് ഷെയർ ചെയ്തില്ല. ഒരു ഓക്സിജൻ അതിൻ്റെ ഷെയർ ചെയ്തിട്ട് അവിടെ ഡബിൾ ബോണ്ട്. ഇതാണ് NO3 മൈനസിൻ്റെ സ്ട്രക്ചർ. മനസ്സിലായോ? ആദ്യം ബാലൻസ് ഇലക്ട്രോണ് എത്ര നെഗറ്റീവ് ഉണ്ട് അത് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ സിമ്പിൾ വരയ്ക്കുക. സിമ്പിൾ വരച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒക്ടെറ്റ് ആവാത്തവർക്ക് വേണ്ടി മൾട്ടിപ്പിൾ ബോണ്ട്സ് ഇട്ട് കൊടുക്കുക. മൾട്ടിപ്പിൾ ബോണ്ട്സ് എങ്ങനെയാണ്? ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ 2 ഇലക്ട്രോൺ. അപ്പോൾ ഈ ഓക്സിജൻ എന്ത് ചെയ്യും? അതിൻ്റെ കയ്യിൽ 2 ഇലക്ട്രോണിനെ അതെന്ത് ചെയ്യും? ഇവിടേക്ക് മാറ്റിയിട്ട് അത് ബോണ്ട് ഫോർമേഷന് യൂസ് ചെയ്യും. അപ്പോൾ എന്തായി? ക്ലിയർ ആയോ? ഇപ്പോൾ ലെവിസ് ഡോട്ട് സ്ട്രക്ചർ ഇങ്ങനെയാണ് വരയ്ക്കുന്നത് ഫോർ ഹെട്രോ ആറ്റോമിക് മോളിക്യൂൾ വിത്ത് അയൺസ്. അപ്പോൾ ഇന്ന് ഇത്ര എക്സാമ്പിൾസേ പറഞ്ഞു. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും തോന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇത്രയും കാര്യം നന്നായി പഠിച്ചിട്ട് വരാം. എന്നിട്ട് നാളെ നമുക്ക് 2 എക്സാമ്പിളും കൂടി ഇതേപോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് തുറന്ന് നോക്കൂ. നിങ്ങൾക്ക് ലെവിസ് ഡോട്ട് സ്ട്രക്ചർ കുറേ കോമ്പൗണ്ട്സിനെ ചോദിക്കേണ്ടത്. SO3 പിന്നെ SO4 കുറേ. അപ്പം ഞാനൊരു 1 2 3 4 എക്സാമ്പിളും കൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. പക്ഷെ അതിനെന്ത് വേണം? നിങ്ങളിത് പഠിച്ചിട്ട് വരണം. പഠിച്ചിട്ട് വന്നാൽ ഇറ്റ് വിൽ ബി മോർ ഈസി. അപ്പോൾ നിങ്ങൾ ഡൗട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇതിൽ വേറെ എക്സാമ്പിൾസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേഗം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുകൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസിലിട്ടോളാം. നോട്ട്സ് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഓക്കെ, താങ്ക് യു.